രീതിയിലല്ല വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഡോക്ടർ ജോൺസൺ പറയുന്നു. തീർച്ചയായും വായിച്ച കാര്യങ്ങൾ മനനം ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനും കഴിയുന്ന നല്ല വായനക്കാരെയാണ് ആവശ്യം എന്ന പുസ്തകം എന്നാൽ ഉറ്റ ചങ്ങാതിയെ പോലെയാണ് എന്ന് ടാഗോർ പറഞ്ഞത് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നല്ലൊരു സുഹൃത്ത് തന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനാകണം. ടാഗോറിന്റെ കൃതികളിൽ ആ ആഭിമുഖ്യം ഉടനീളം കാണാമെന്നത് വായനയെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകും. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടി മേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റ് ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാം തളിരോമൽ മിഴിയാഴം തിരയുന്നു മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി
ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ.